അത്യന്തം ദുർഘടമായ വഴിയിലൂടെ സഞ്ചരിച്ച് പരിചയമുള്ളൊരു 24-കാരി പാലായിൽ ജനവിധി തേടുന്നുണ്ട്. ഓഫ് റോഡിംഗ് താരമായ റിയ ചീരാങ്കുഴിയാണ് പാലാ നഗരസഭയിലെ 8-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ LDF വിജയിച്ച വാർഡ് തിരിച്ചുപിടിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ റിയയുടെ ലക്ഷ്യം. ഇതാണ് പാലാക്കാരി റിയ ബിനോ. ഈ കണ്ടതല്ല പക്ഷേ റിയയുടെ റൈഡ്, അത് ഇതുക്കും മേലെയാണ്. ഓഫ് റോഡിൽ പിതാവിനൊപ്പം തുടങ്ങിയ യാത്രയാണ് ഇന്ന് രാഷ്ട്രീയത്തിന്റെ വഴിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഓഫ് റോഡിൽ തൻ്റെതായ ഇടം അടയാളപ്പെടുത്തിയ ഒരാൾ ന്യൂസ് 18 പ്രേക്ഷകർക്ക് നേരത്തെ പരിചിതയായിരിക്കും. ഒരു തവണ ന്യൂസ് 18-ലൂടെ എത്തിയതാണ്. ആ റിയ ചീരാങ്കുഴി തവണ പാലായിൽ തൻ്റെ പുതിയൊരു അംഗത്തിന് ഈ ഓഫ് റോഡ് പോലെ അത്രയും ബുദ്ധിമുട്ടുള്ള ടെറൈനാണോ രാഷ്ട്രീയം? എന്താണ് തോന്നുന്നത്? ഓഫ് റോഡിനേക്കാളും ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇത് രാഷ്ട്രീയം. അതായത് 8-ാം വാർഡിൽ പാലാ നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? UDFന്റെ പാർട്ടിക്കാർ നമുക്കൊരു സീറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പം ആ സീറ്റ് നിൽക്കാന്ന് ഓർത്ത് വന്നതാണ്. എങ്ങനെയുണ്ട് ആളുകളോടൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ? നല്ലൊരു പോസിറ്റീവ് ഇതാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്താണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം ജയിക്കും എന്നുള്ളൊരു ചെറിയ പ്രതീക്ഷയുണ്ട്. ഈ കഴിഞ്ഞ തവണ LDF ഭരണമായിരുന്നു പാലാ നഗരസഭയിൽ. അപ്പോൾ അത് UDFിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമാണ് UDFിനെ സംബന്ധിച്ച്. ഈ താഴെയുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ട്രിക്കുകളോ തന്ത്രങ്ങളോ ഒക്കെ റിയയുടെ ഭാഗമായിട്ടുണ്ടോ ഈ ജനങ്ങളെ കാണുമ്പോൾ? ട്രിക്കുകളും തന്ത്രങ്ങളും എല്ലാം എനിക്ക് സ്പോട്ടിലെ സാധനങ്ങൾ വരുള്ളൂ. അപ്പം അങ്ങനെ എടുത്ത് പ്രവർത്തിക്കാനാണ് മൈൻഡിലിരിക്കുക. പ്ലാനൊന്നും ചെയ്ത് വെച്ചിട്ടൊന്നും ഇല്ല. എന്നാലും മനസ്സിലുണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യണം ചെയ്യണ്ടെന്നൊക്കെ ഉണ്ട്. ഈ ജയം പരാജയം അതിനെക്കുറിച്ചൊരു ടെൻഷനോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ഒരു ഗെയിം ആവുമ്പോൾ അതിൽ ഉണ്ടല്ലോ, ഒരാൾക്കല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊന്നും ഇല്ല. ജയിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം, തോറ്റാലും കുഴപ്പമൊന്നുമില്ല എന്നൊരു മൈൻഡാണ്. ഈ ജനസേവനം എന്ന് പറയുന്ന പുതിയൊരു മേഖലയാണല്ലോ. അപ്പം ആളുകൾക്ക് വേണ്ടി ഇറങ്ങി തിരിക്കുക. അപ്പം അതിനെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന, ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു ചിന്തയുണ്ടാകും. ഇപ്പം നേരിട്ട് ഇറങ്ങുന്ന സമയത്ത് കുറേ കൂടെ അനുഭവങ്ങൾ ചിലപ്പോൾ കാണും, ആളുകളോട് പെരുമാറുന്ന രീതിയിലൊക്കെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? സോഷ്യൽ വർക്ക് ചെയ്ത് നടക്കാൻ പണ്ട് മുതൽ താല്പര്യമുണ്ട്. അപ്പം അപ്പൻ്റെ അനിയനാണെങ്കിലും ഓരോരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ വാർഡിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കാനൊക്കെ വിടുമായിരുന്നു. അങ്ങനെ നാട്ടുകാരായിട്ട് നല്ലൊരു ബന്ധമുണ്ട് എനിക്ക്. ആ ബന്ധം എന്നെ രക്ഷിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഓഫ് റോഡിൽ പല ഇടങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും അത്തരം സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ മുന്നിൽ? സ്വപ്നങ്ങൾ അതായത് വണ്ടി ഒരു പ്രാന്തും ഇങ്ങനെയുള്ള യാത്രകളെല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഇനിയും വേറെ എവിടെയെങ്കിലും റൈഡ് പോവുക അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഈ ഓഫ് റോഡ് ഇതിനു വേണ്ടി വേറെ ഏതെങ്കിലും ടെറൈനിൽ പോവുക, അത്തരം സ്വപ്നങ്ങൾ? കേരളത്തിന്റെ വെളിയിൽ പോയി മത്സരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ അപ്പൊ തെരഞ്ഞെടുപ്പിലും അതിലുള്ള ഒരു മത്സരത്തിൽ ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത്? കുറച്ചുകൂടെ ഓഫ് റോഡ് തന്നെ. ഓഫ് റോഡാണ് കുറച്ചുകൂടെ ഈസി നമുക്ക്. എന്തായാലും തെരഞ്ഞെടുപ്പിലും അത് ഈസിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. എന്തായാലും റിയ വലിയ പ്രതീക്ഷയിലാണ്. പാലയിലെ ഇത്തവണത്തെ പോരാട്ടം വലിയ പോരാട്ടമാണ്. തിരിച്ചു പിടിക്കുക എന്നുള്ളത് UDFിനെ സംബന്ധിച്ച് പാലാ നഗരസഭ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ഘട്ടത്തിലാണ് റിയയും തൻ്റെ എന്താ പറയുക പുതിയൊരു ഇടത്തിലേക്ക് എത്തപ്പെടുന്നത് എന്നുള്ളതാണ്. പാലായിൽ നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18.